السلام عليكم ورحمة الله وبركاته. خلاصة الفقه 48. بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين. أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين. പ്രിയപ്പെട്ടവരെ, കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ നിന്ന് നാലാമത്തേതാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഒന്നാമത്തേത് അവൻ്റെ ശുക്ലം സ്ഖലിക്കുക. രണ്ടാമത്തേത് ലിംഗത്തിൻ്റെ അഗ്രഭാഗം ഗുഹ്യസ്ഥാനത്തിൽ പ്രവേശിക്കുക. 3 ബ്ലീഡിങ്, ഹൈദ്, ആർത്തവ രക്തം. 4 അന്നിഫാസു, പ്രസവ രക്തം പുറപ്പെടുക. നിഫാസി എന്ന് പറഞ്ഞാൽ ഹുവ ദമു ഹൈലിൻ, യഥാർത്ഥത്തിൽ അത് ആർത്തവ രക്തം തന്നെയാണ്. പക്ഷേ ഒരു സ്ത്രീ ഗർഭിണിയാകുന്നതോടുകൂടെ ഗർഭപാത്രം കുട്ടിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി അല്ലാഹു തആല സംവിധാനിച്ചത് എന്ന നിലക്ക് ആ ഗർഭപാത്രം അടയും എന്നാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലം അവളുടെ പ്രസവം വരെ ആ ബ്ലീഡിങ് ഉണ്ടാവുകയില്ല, ആ ബ്ലഡ് പുറത്തു പോവുകയില്ല. പിന്നീട് അത് പുറത്തു പോരുന്നത് ഗർഭപാത്രത്തിലുള്ളത് പൂർണ്ണമായി പുറത്ത് വരുമ്പോഴാണ്, അഥവാ പ്രസവിക്കുമ്പോഴാണ് പുറത്തു വരുന്നത്. യഹ്റുജു, ആ രക്തം പുറപ്പെടും. അപ്പോൾ നിഫാസി എന്ന് പറയുന്നത് ദമു ഹൈലിൻ, ആർത്തവ രക്തം തന്നെയാണ്. യഹ്റുജു, അത് പുറത്തു വരും. ബഅദ ഫറാഹി ജമീഇർ റഹിമി, ഗർഭപാത്രം പൂർണ്ണമായി ഒഴിവായതിനു ശേഷം. ഖബല മുളിയി 15 യൗമൻ മിനൽ വിലാദ, പ്രസവിച്ച് 15 ദിവസം കഴിയുന്നതിനു മുമ്പ്. അപ്പോൾ 15 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത് എങ്കിൽ അത് നിഫാസ് രക്തം അല്ല, പ്രസവരക്തം അല്ല. അത് മെൻസസിന്റെ എല്ലാവിധ നിബന്ധനകളും ഒത്തിട്ടുണ്ടെങ്കിൽ, ഉദാഹരണമായി പറഞ്ഞാൽ 1 ദിവസം പൂർണ്ണമായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, കാരണം മെൻസസിൽ നിന്ന് ചുരുങ്ങിയത് ഏറ്റവും കുറഞ്ഞത് 1 ദിവസമാണല്ലോ. അപ്പോൾ 1 ദിവസം പൂർണ്ണമായിട്ടുണ്ടായിട്ടുണ്ട്, 15 ദിവസത്തേക്കാൾ കൂടുകയും ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള നിബന്ധനകളൊക്കെ ഉണ്ടെങ്കിൽ അത് മെൻസസാണ്. അല്ലെങ്കിൽ ആ നിബന്ധനകളൊന്നും ഇല്ലെങ്കിൽ അത് രോഗം കാരണം പുറപ്പെടുന്ന ഇസ്തിഹാലത്ത് രക്തമായിട്ടാണ് കണക്കാക്കപ്പെടുക. വാഖല്ലുഹു, അതിൽ നിന്ന് അഥവാ പ്രസവരക്തത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് ലഹ്ലത്തുൻ, 1 സെക്കൻഡാണ്. വഗാലിബുഹു, സാധാരണയായി ഉണ്ടാവാറുള്ളത് 40 യൗമൻ, 40 ദിവസമാണ്. അക്സറുഹു, അതിൽ നിന്ന് ഏറ്റവും കൂടിയാൽ എത്ര വരെ പോകാം, എത്ര വരെ ഉണ്ടാകും? 60 യൗമൻ, 60 ദിവസമാണ്. കുളി നിർബന്ധമാകുന്ന 5ാമത്തെ കാര്യം അൽ വിലാദത്തു, പ്രസവിക്കലാണ്. പ്രസവത്തോടനുബന്ധിച്ച് പ്രസവരക്തം പുറപ്പെട്ടാൽ കുളി നിർബന്ധമാകും എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇവിടെ പ്രസവം പറയുന്നതിൽ എന്താണ്, അതിൻ്റെ കാര്യം എന്താണ് എന്ന് തോന്നും. ചില സ്ത്രീകൾക്ക് ആ രക്തം പുറപ്പെടുകയില്ല, പ്രസവത്തിനോടനുബന്ധിച്ച് രക്തം പുറപ്പെടാതെയും വന്നേക്കാം, അപൂർവം അങ്ങനെയും ഉണ്ടാവാം. അപ്പൊ അത്തരം സ്ത്രീകൾക്ക് പ്രസവിച്ചാൽ തന്നെ കുളി എന്ത് ചെയ്യും, നിർബന്ധമാകും. വലൗ അലഖതൻ, ആ പ്രസവിച്ചത് ഒരു രക്തകഷ്ണമായിരുന്നാലും ശരി, ഔ മുൽഗത്തൻ, അല്ലെങ്കിൽ മാംസകഷ്ണമായിരുന്നാലും ശരി, ഔമ, അല്ലെങ്കിൽ ഒന്നായിരുന്നാലും, ഫീ സൂറത്തി ഹൈവാനിൻ, ഒരു മൃഗത്തിൻ്റെ രൂപത്തിൽ ഒരു കോലാണ് പ്രസവിച്ചത് എന്നാലും ശരി, ഔ ബിലാ റുതൂബത്തിൻ, അല്ലെങ്കിൽ പ്രസവിച്ചത് നനവില്ലാതെയായിരുന്നാലും കുളി നിർബന്ധമാകും. ഔ മിൻ ഗൈരി തരീഖിൽ മുഅ്താദി, അല്ലെങ്കിൽ പതിവായി പ്രസവിക്കുന്ന ആ വഴിയിലൂടെയല്ല, മറ്റൊരു വഴിയിലൂടെയാണ്, മറ്റൊരു മാർഗത്തിലൂടെയാണ് പ്രസവിച്ചത്. ഏതുപോലെ? കമാ യുഖ്റജുൽ വലദു ബിൽ ജറാഹത്തിൽ ബത്നിയ, വയറ് ഓപ്പറേഷനിലൂടെ കുട്ടിയെ പുറത്തെടുക്കും പോലെ,
അപ്പോൾ പ്രസവിച്ച് സാധാരണ കുട്ടി പുറത്തു വരുന്ന ആ ഭാഗത്തുകൂടെയല്ല, മറിച്ച് ഓപ്പറേഷനിലൂടെ പുറത്തെടുത്താലും കുളി നിർബന്ധമാകും. കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ നിന്ന് 6ാമത്തെ കാര്യം മൗത്ത് മുസ്ലിമിൻ ഗൈരി ഷഹീദിൻ, ഷഹീദല്ലാത്ത മുസ്ലിം മരിക്കുക. അപ്പൊ ഷഹീദ് മരിച്ചാലോ? ഒരു മുസ്ലിം മരിച്ചാൽ കുളിപ്പിക്കണം, കുളി നിർബന്ധമാണ്. ഷഹീദാണെങ്കിൽ കുളിപ്പിക്കാൻ പാടില്ല. അമ്മ ഷഹീദു, അപ്പോൾ ഷഹീദ് ഫയഹറുമു ഗസ്ലുഹു, അവനെ കുളിപ്പിക്കൽ ഹറാമാണ്. അപ്പൊ അവനെ കുളിപ്പിക്കൽ ഹറാമായതുകൊണ്ട് അവന്റെ മേലിൽ മയ്യത്ത് നിസ്കരിക്കാനും പാടില്ല. ഷഹീദിന്റെ മേൽ, കാരണം മയ്യത്ത് നിസ്കാരത്തിന്റെ ഒരു നിബന്ധനയിൽപ്പെട്ടതാണ് മയ്യത്തിന്റെ ശുദ്ധി മുന്തിയിരിക്കണം എന്ന്. അപ്പം മയ്യത്തിനെ കുളിപ്പിക്കാത്തത് കൊണ്ട് മയ്യത്തിന്റെ മേലിൽ നിസ്കരിക്കാനും പാടില്ല. ഈ ഷഹീദിന്റെ മേലിൽ ഷഹീദിനെ കുളിപ്പിക്കാത്തത് കൊണ്ട് ഷഹീദായ ആ മഹാന്റെ പേരിൽ നിസ്കരിക്കാനും പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.